ഇനി പോകുന്നത് ഷഹദ് റഹ്മാനിലേക്ക്. സീതാറാം മിൽ ദേശക്കാർക്കൊപ്പമാണ് ഷഹദ് റഹ്മാൻ ഉള്ളത്. ഷഹദ്, ഇപ്പോൾ നേരത്തെ വിയ്യൂർ ദേശം അവരുടെ സസ്പെൻസ് ഒരെണ്ണമൊക്കെ നമ്മൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരെ, അതായത് നഖവും ഒക്കെ വെച്ചുകൊണ്ടുള്ള പ്രത്യേക വേഷവിധാനങ്ങളോടെ എത്തിയിരിക്കുന്ന പുലി. ആ തരത്തിലേക്ക് എന്തെല്ലാം പുതുമകൾ ഇക്കുറി സീതാറാം മിൽ ദേശം ഇറക്കുന്നുണ്ട്? അനുജ, സത്യം പറഞ്ഞാൽ ഇപ്പം അവസാനവട്ട ഒരുക്കത്തിലാണ് ഈ ദേശക്കാരൊക്കെ എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇപ്പോൾ ഈ മണിയൊക്കെ കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പുലികളൊക്കെ തന്നെ ഈ നിരത്തിലേക്ക് ഇറങ്ങും. പിന്നീട് ഈ തൃശ്ശൂർ നഗരം ഒന്നാകെ പുലികൾ കീഴടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമുക്ക് കാണാം, ഇവിടെ എനിക്കൊപ്പം രണ്ട് ചെറിയ കുട്ടിപ്പുലികളുണ്ട്. അപ്പം പേരെന്താ? ഇത് ആര് മേടിച്ചെന്ന ഈ ഡ്രസ്സ്? മാമൻ. ഇയാളുടെ പേരെന്താ? തരങ്ക്. നല്ല രസമുണ്ടല്ലോ. അപ്പൊ പുലിന്റെ ഇതൊന്നും ഇടോ, മാസ്ക് ഒന്നും ഇടോ? ഒന്ന് ശബ്ദം ഉണ്ടാക്കിയ, പുലിന്റെ ശബ്ദം ഉണ്ടാക്കിയ. ഇങ്ങനെ കുറെ കുട്ടികളും അതുപോലെ തന്നെ ഈ വഴിയരികിലൊക്കെ തന്നെ കുറെ അധികം ആളുകൾ ഇങ്ങനെ കാത്ത് നിൽക്കുവാണ് ഇനിയുള്ള മണിക്കൂർ. കാരണം പ്രത്യേകിച്ച് അല്പസമയത്തിനകം ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഇവിടുത്തെ പുലികൾ പുറത്തേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. അപ്പം അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പം ഇനി ഈ കുറച്ച് സമയം കഴിഞ്ഞാൽ, ഏകദേശം ഇപ്പം നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുലികളൊക്കെ തന്നെ ഈ തൃശ്ശൂർ നഗരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചക്കമുക്ക ദേശത്തിനൊപ്പമാണ്. അപ്പം ഇവരുടെ പുലികളുടെ വരവിനായിട്ടാണ് നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾ കുറേ നേരമായിട്ട് നമ്മൾ ഇവർക്ക് ഒപ്പമുണ്ട്. അപ്പം ഇവരുടെ പലതരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചേട്ടാ, കട്ട വെയിറ്റിങ്ങിലാണോ? തൃശ്ശൂർകാരനാണ്. എന്തായിരിക്കും ഇത്തവണത്തെ സസ്പെൻസ്, അല്ലെങ്കിൽ എന്താണ്? പത്തനംതിട്ടയാണ്. ഇത് കാണാൻ വേണ്ടി വന്നത്? എവിടെ സ്ഥലം? ഞാൻ ഈ പ്രോപ്പർ പ്ലേസ് ചക്കാമുക്ക്. എന്താ അറിയേണ്ടത് നിങ്ങൾക്ക്? നിങ്ങൾ ഇത്തവണ എന്താണ് ഞങ്ങൾക്ക് കരുതി വെച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. വയനാട് പ്രശ്നത്തിന്റെ പേരിൽ മാറ്റിവെച്ചെങ്കിലും ഞങ്ങൾ പുതിയൊരു രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾ വരുന്നത്. ഒരു മാറ്റവും ഇല്ല അതിൽ. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല അത്ഭുതങ്ങളും കുറച്ച് കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നല്ലത് കണ്ടറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവരെന്തായാലും പറയാൻ തയ്യാറല്ല, കാണിച്ചു തരാനും ഇപ്പം തയ്യാറല്ല. എന്തായാലും കുറച്ച് നേരം കൂടി കാത്തു നിൽക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചക്ക മുക്ക് ദേശത്തിൻ്റെ സസ്പെൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പുലികൾ പതുക്കെ നഗരം കീഴടക്കാൻ ഇറങ്ങുകയാണ്. സ്വരാജ് റൗണ്ട് ഇനി പുലികൾ കീഴടക്കാൻ പോകുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള 300-ലേറെ പുലികൾ, അതായത് തൃശ്ശൂർ നഗരത്തിൽ ഇനി പുലികളെ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ചയാകും കാണാൻ പോകുന്നത്. വിവിധ ദേശങ്ങളുടെ പ്രതിനിധികൾ ഒക്കെ ഞങ്ങളുമായി സംസാരിക്കുന്നുണ്ട്.